ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ എ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അത് നമ്മൾ എന്തുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ കഴിക്കണം എന്ന് പറയുന്നത്, മാത്രവുമല്ല അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, അത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്? നമ്മുടെ വൈറ്റമിൻസിൽ ഏറ്റവും അധികം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അതായത് നമ്മുടെ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. മാത്രവുമല്ല വൈറ്റമിൻ എ കൊഴുപ്പിൽ അലിഞ്ഞിരിക്കുന്ന ഈ ഒരു വൈറ്റമിൻ എ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കരളിന്റെ ചുറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നുണ്ട്? പ്രധാനമായിട്ടും സസ്യജന്യ ഭക്ഷണങ്ങളിൽ നിന്നുമുള്ളതും മൃഗജന്യ ഭക്ഷണങ്ങളിൽ നിന്നുമുള്ള വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ട് വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ബീറ്റ കരോട്ടിന്റെ രൂപത്തിലും, എന്നാൽ മൃഗജന്യ ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്നത് മറ്റേ നമ്മുടെ റെറ്റിനോളിന്റെ രൂപത്തിലുമാണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലായിട്ട് സസ്യ ഭക്ഷണങ്ങളിൽ നിന്ന് ഇപ്പോൾ ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ളതെന്ന് കിട്ടുന്നത് നല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതും, മാത്രവുമല്ല ഇത് നമുക്ക് ഒരു വിഷബാധ കൂടിപ്പോയാൽ ഒരു വിഷബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ മുട്ട, പാലുൽപ്പന്നങ്ങൾ ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ എ ഉള്ളതും, പക്ഷേ ഇത് നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. എങ്കിലും ഇത് ചില സമയങ്ങളിൽ നമുക്കൊരു വിഷബാധ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ ഗുണങ്ങൾ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പ്രധാനമായിട്ടും നമ്മുടെ കാഴ്ചശക്തി, പ്രതിരോധ ശേഷി, പ്രത്യുൽപാദന ശേഷി, പിന്നെ നമ്മുടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അനിമൽ സോഴ്സിലെ നിന്നാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ആവശ്യാനുസരണം നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എന്താണ് ഈ ഒരു ഇത് കൂടിക്കഴിഞ്ഞാൽ, വൈറ്റമിൻ എ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? ഇതിനെയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. വൈറ്റമിനോസിസ് എ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടുതലായിട്ടും ഇത് നമ്മുടെ കരളിന്റെ ചുറ്റുമുള്ള കൊഴുപ്പിൽ കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ സപ്ലിമെന്റുകളാണ്. മൾട്ടി വൈറ്റമിൻ, ഒമേഗ 3 ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന പേഷ്യൻസിലാണ്, ആളുകളിലാണ് ഇത് കാണാനുള്ള സാധ്യത കൂടുതൽ. അതിന് കാരണം ഈ ഒരു മൾട്ടി വൈറ്റമിൻസിലൊക്കെ വരുന്നത് റെറ്റിനോൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൃഗജന്യ ഭക്ഷണങ്ങളിൽ നിന്നും വരുന്ന റെറ്റിനോൾ. അതുകൊണ്ട് തന്നെ അത് കൂടിപ്പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇത് ഇൻബോൺ ആയിട്ട് ഇങ്ങനെ ഹൈപ്പർ വൈറ്റമിനോസിസ് ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അതേപോലെ തന്നെ പിന്നെ എന്താണുള്ളത്, ഈ കരളിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആളുകളിലും ഈ ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? 2 തരത്തിലാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് കാണിക്കുന്നത്. പെട്ടെന്നുള്ള കൂടുതലായിട്ട് എടുത്തതിന്റെ ഭാഗമായിട്ടോ മൾട്ടി വൈറ്റമിൻ കൂടുതലായിട്ട് കഴിച്ചതിന്റെ ഭാഗമായിട്ടോ ഉണ്ടാകുന്ന അക്യൂട്ട് അറ്റാക്സ്, പെട്ടെന്നുണ്ടാകുന്നത്. ഇതില് തലകറക്കം, തലവേദന, അതേപോലെ തന്നെ ഛർദി, വയറിളക്കം, പിന്നെ ഈ പറഞ്ഞ പോലെ കാഴ്ചയിൽ ഒരു മങ്ങൽ എന്നിവ കാണിക്കുന്നു. ഇനി അതേസമയം ക്രോണിക് ആയിട്ട് കുറേ നാളായിട്ട് നമ്മൾ മൾട്ടിവൈറ്റമിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇത് നമ്മുടെ ശരീരത്തിൽ കൂടിപ്പോയി എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്നതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, എല്ലുകളുടെ വേദന, പിന്നെ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കരളിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ സ്കിന്നിലും അതേപോലെ ഹെയറിലും ഉണ്ടാകുന്ന മോശ അവസ്ഥ. അതായത് എന്താ, സ്കിന്ന് വരണ്ടു പോകുന്നു, ഹെയർ പൊട്ടിപ്പോകുന്നു, എങ്ങനെയൊക്കെ. അപ്പോൾ പേഷ്യൻസ് എന്താണ് വിചാരിക്കുന്നത്? ഇത് മനസ്സിലാകാതെ പോകുന്നു. കൂടുതലും പേഷ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുടിയിൽ എന്തെങ്കിലും ചെറിയൊരു കോസ്മെറ്റിക് പ്രോബ്ലം, അതായത് മുടി കൊഴിച്ചിലോ അല്ലെങ്കിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നമ്മൾ വൈറ്റമിൻ എ സ്റ്റാർട്ട് ചെയ്തത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്. പക്ഷെ അത് ആവശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് കഴിക്കുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാനായിട്ട് പാടില്ല. കാരണം ഇതൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് എത്രയാണ് ഈ ഒരു വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത്? സ്ത്രീകളും പുരുഷന്മാരും, അതായത് അഡൾട്ട് ആളുകൾ, എല്ലാ അഡൾട്ടുകളെയും, അതായത് ഒരു വലിയ ആളുകളിൽ പുരുഷന്മാരിൽ 900 mcgയും അതേപോലെ സ്ത്രീകളിലാണെങ്കിൽ 700 mcgയും മതി. അത്രയേ ആവശ്യമുള്ളൂ. പക്ഷെ മാക്സിമം നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3000 mcg വരെ ആകാം. എന്നാൽ നമുക്ക് ഈ സപ്ലിമെന്റുകൾ കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും 5000
മുതൽ IU മുതൽ 10,000 IU വരെ കിട്ടുന്നുണ്ട്. ഈ ഒരു 10,000 IU എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ആണ്. നമ്മുടെ 3,000 mcg കിട്ടുന്ന തരത്തിലുള്ള ഗുളികകളാണ്. അപ്പൊ ഈ 3,000 mcg നമ്മൾ ഓൾറെഡി മൾട്ടി വൈറ്റമിനിൽ കഴിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു 10,000 IUന്റെ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഓൾറെഡി ഇതിന്റെ മാക്സിമം ലിമിറ്റ് ഒരു ദിവസത്തിൽ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ മീതെ നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ മുട്ടയുടെ മഞ്ഞ ഇതൊക്കെ കഴിക്കുന്ന ആളുകളാണ്, പാലുൽപ്പന്നങ്ങൾ, പാല് ഇതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഒരു ലോവർ ലിമിറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന സിംറ്റംസ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് നോക്കാം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിമൽ സോഴ്സസ് കുറയ്ക്കുക. അപ്പോൾ എന്താണ് നമ്മൾ അല്ലെങ്കിൽ എനിമൽ സോഴ്സസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നുണ്ട്, പാലുൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട്, അത്യാവശ്യം ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ മൾട്ടി വൈറ്റമിൻ അത്ര തന്നെ കഴിച്ചാൽ മതി, അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും കുറവുണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കിയതിന് ശേഷം പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതേപോലെ ഒമേഗ 3 അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാം. ഇനി ഇതേപോലെ തന്നെ തിരിച്ചും, അതായത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതേപോലത്തെ സിംറ്റംസ് തന്നെയാണ്. ഇപ്പം വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ശരിയായിട്ട് പറഞ്ഞാൽ ഏകദേശം ഇതേ സിംറ്റംസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു ഭക്ഷണം എടുക്കുക. പിന്നെ നോൺ വെജ് കഴിക്കുന്ന ആളുകളിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട്, അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. ഇനി വെജ് സോഴ്സസ്, അതായത് വെജിറ്റബിളിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബീറ്റാ കരോട്ടിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് വിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ ചീര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നും ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക. നമുക്ക് വേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നതും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഒരു നല്ലൊരു സമീകൃത ആഹാരം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസിനായി കാത്തിരിക്കുക. താങ്ക്